ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം ശ്രീമാത്രേ നമ. ദേവീ കവചം ശ്ലോകങ്ങൾ 38 മുതൽ 44 വരെ. നിത്യവും കവചം പാരായണം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ, അതായത് ദേവീ കവചത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചാണ് ഇനിയുള്ള ശ്ലോകങ്ങളിലൂടെ പറയുന്നത്. പദമേഹം ന ഗച്ഛേതു യദിച്ഛേത് ശുഭമാത്മനഃ കവചേനാവൃതോ നിത്യം യത്ര യത്ര ഹി ഗച്ഛതി തത്ര തത്രാർത്ഥലാഭശ്ച വിജയ സർവകാമികഃ യം യം ചിന്തയതേ കാമം തം തമാപ്നോതി നിശ്ചിതം. പരമൈശ്വര്യമതുലം പ്രാപ്സ്യതേ ഭൂതലേ പുമാൻ നിർഭയോ ജായതേ മർത്യ സംഗ്രാമേഷ്വപരാജിതഃ. ത്രൈലോക്യേതു ഭവേത് പൂജ്യ കവചേനാവൃത പുമാൻ ഇദം തു ദേവ്യാ കവചം ദേവാനാമപി ദുർലഭം. യഃ പഠേത് പ്രേതോ നിത്യം ത്രിസന്ധ്യാം ശ്രദ്ധയാന്വിതഃ ദേവീ കലാ ഭവേത് തസ്യ ത്രൈലോക്യേ ചാപരാജിതഃ. ജീവേത് വർഷശതം സാഗ്രം അപമൃത്യുവിവർജിതഃ നശ്യന്തി വ്യാധയഃ സർവേ ലൂതാ വിസ്ഫോടകാദയാ. സ്ഥാവരം ജംഗമം ചാപി കൃത്രിമം ചാപി യദ്വിഷം ആഭിചാരാണി സർവാണി മന്ത്രയന്ത്രാണി ഭൂതലേ. യദിച്ഛേത് ശുഭമാത്മന, ശുഭത്തെ ആഗ്രഹിക്കുന്നവർ. പദമേഹം ന ഗച്ഛേത്, പദമേഹം എന്നാൽ ഒരടി പോലും, ന ഗച്ഛേത് പോകരുത്, കവചേനാവൃതോ കവചത്താൽ ആവൃതനായി, എത്ര എത്ര ഹി ഗച്ഛതി എവിടെ എവിടെ പോകുന്നുവോ, തത്ര തത്ര അവിടെയെല്ലാം, അർത്ഥലാഭശ്ച അർത്ഥലാഭവും, സർവകാമികാ വിജയ സർവകാര്യങ്ങളിലും വിജയവും, യം യം ചിന്തയതേ കാമം ഏതേത് കാമത്തെ ചിന്തിക്കുന്നുവോ, തം തം ആപ്നോതി നിശ്ചിതം അതെല്ലാം നിശ്ചയമായും ആപ്നോതി സാധിക്കും. അതായത് തനിക്ക് ശുഭമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവൻ കവചത്തോടുകൂടിയല്ലാതെ ഒരടി പോലും മുന്നോട്ട് വയ്ക്കരുത്. എന്നും കവചത്താൽ ആവൃതനായി പോകുന്നവന് എവിടെ പോയാലും അവിടെയെല്ലാം അർത്ഥലാഭവും വിജയവും ഉണ്ടാകുന്നതാണ്. അതായത് അയാളുടെ സർവാഭീഷ്ടങ്ങളും സാധിക്കുന്നതാണ് എന്നർത്ഥം. പരമൈശ്വര്യമതുലം പ്രാപ്സ്യതേ, പരമമായ ഐശ്വര്യത്തെ പ്രാപിക്കുന്നു. ഭൂതലേ ഭൂമിയിൽ, നിർഭയോ ഭയമില്ലാതെ, സംഗ്രാമേഷു അപരാജിത ഒരിടത്തും പരാജയം ഉണ്ടാകുന്നില്ല. ത്രൈലോക്യേ മൂന്ന് ലോകങ്ങളിലും, ഭവേത് പൂജ്യ പൂജ്യനായി ഭവിക്കുന്നു. ഇദന്തു ദേവ്യാ കവചം ദേവിയുടെ ഈ കവചം, ദേവാനാമപി ദുർലഭം ദേവന്മാർക്കു പോലും ദുർലഭമാണ്. കവചത്താൽ ആവൃതനായ പുരുഷൻ പരമമായ ഐശ്വര്യത്തെ പ്രാപിക്കുന്നു. ഭൂമിയിൽ ഭയമില്ലാതെ അപരാജിതനായി ജീവിക്കുന്നു. ഇവിടെ പുമാൻ എന്നതുകൊണ്ട് പുരുഷൻ മാത്രമല്ല, സ്ത്രീകളെയും കൂടി ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. അവൻ ത്രിലോകങ്ങളിലും ആദരണീയനായി ഭവിക്കുന്നു. ദേവിയുടെ ഈ കവചം ദേവന്മാർക്കു പോലും ദുർലഭമാണ്. യഃ പഠേത് പ്രേതോ നിത്യം ത്രിസന്ധ്യാം ശ്രദ്ധയാന്വിത, നിത്യവും ശുദ്ധിയോടും ഭക്തിയോടും കൂടിയവനായി ത്രിസന്ധ്യകളിലും പാരായണം ചെയ്യുന്നവന് ദേവീ ചൈതന്യം ഉണ്ടാകുന്നു. മൂന്ന് ലോകങ്ങളിലും അപരാജിതനായി ഭവിക്കുന്നു. ജീവേത് വർഷശതം സാഗ്രം അപമൃത്യു വിവർജിതഃ, അവൻ അപമൃത്യു കൂടാതെ 100 വർഷത്തോളം ജീവിക്കുന്നു. നശ്യന്തി വ്യാധയഃ സർവേ,
എല്ലാ രോഗങ്ങളും നശിക്കുന്നു. ലൂത വിസ്ഫോടകാതയ, ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന മാരകമായ രോഗങ്ങളൊന്നും അവനെ ബാധിക്കുകയില്ല. സ്ഥാവരം ജംഗമം ചാപി കൃത്രിമം ചാപി യദ്വിഷം ആഭിചാരാണി സർവാണി മന്ത്രയന്ത്രാണി ഭൂതലേ. ഭൂതലേ എന്നാൽ ഭൂമിയിൽ. ഭൂമിയിൽ സ്ഥാവരമായും ജംഗമമായും കൃത്രിമമായും എന്തെല്ലാം വിഷമുണ്ടോ അതുപോലെ തന്നെ എല്ലാ മന്ത്രയന്ത്രങ്ങളും ആഭിചാരദോഷങ്ങളും നശിക്കുന്നു. പദമേഹം ന ഗച്ഛേതു യദിച്ഛേത് ശുഭമാത്മനഃ കവചേനാവൃതോ നിത്യം യത്ര യത്ര ഹി ഗച്ഛതി തത്ര തത്രാർത്ഥലാഭശ്ച വിജയ സർവകാമികഃ യം യം ചിന്തയതി കാമം തം തമാപ്നോതി നിശ്ചിതം. പരമൈശ്വര്യമതുലം പ്രാപ്സ്യതേ ഭൂതലേ പുമാൻ നിർഭയോ ജായതേ മർത്യ സംഗ്രാമേഷ്വപരാജിതഃ. ത്രൈലോക്യേതു ഭവേത് പൂജ്യ കവചേനാവൃതഃ പുമാൻ ഇദം തു ദേവ്യാ കവചം ദേവാനാമപി ദുർലഭം. യഃ പഠേത് പ്രേതോ നിത്യം ത്രിസന്ധ്യാം ശ്രദ്ധയാന്വിതഃ ദേവീ കലാ ഭവേത് തസ്യ ത്രൈലോക്യേ ച പരാജിതഃ. ജീവേത് വർഷശതം സാഗ്രം അപമൃത്യുവിവർജിതഃ നശ്യന്തി വ്യാധയഃ സർവേ ലൂതാ വിസ്ഫോടകാദയഃ. സ്ഥാവരം ജംഗമം ചാപി കൃത്രിമം ചാപി യദ്വിഷം ആഭിചാരാണി സർവാണി മന്ത്രയന്ത്രാണി ഭൂതലേ. ഹരി ഓം. ശ്രീമാത്രേ നമഃ.